Good morning. In June 17th, the 34th chapter of my life begins today. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബർത്ത്ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ആദ്യമേ തന്നെ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹസ്ബൻഡിൻ്റെ വകയാണ്. ആൽഡോയുടെ ഒരു ബാഗാണ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഗിഫ്റ്റാണ്. ഭയങ്കര അടിപൊളി ഗിഫ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് അൺബോക്സ് ചെയ്ത് നേരത്തെ നോക്കിയതാണ്. വീണ്ടും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി ഓപ്പൺ ചെയ്യുന്ന ഒരു അടിപൊളി ബാഗായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയോ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ആൽഡോയിൽ. ആർക്കെങ്കിലും ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ബാഗ്സാണ്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ഏട്ടന് രാവിലെ 5:30 ഡ്യൂട്ടി തുടങ്ങും. അപ്പോൾ എന്നേക്കാൾ മുന്നേ എഴുന്നേറ്റിട്ട് വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങും കേട്ടോ. അപ്പം നമുക്ക് നേരെ നമ്മുടെ സ്ഥിരം കുറച്ച് പരിപാടികളിലേക്ക് കിടക്കാം. കുക്കിംഗ്, ക്ലീനിങ്. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് ആദ്യം ചെയ്തത്. അപ്പോഴേക്കും അതങ്ങ് നമ്മുടെ ബാക്കി പണി കഴിയുമ്പോഴേക്കും അതങ്ങ് ആയിക്കോളുമല്ലോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, ചായ ഉണ്ടാക്കണം. ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ. അങ്ങനെ പാലടുപ്പത്ത് വെച്ചു. അടുത്തത് നമുക്ക് പുട്ടാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണല്ലോ. പുട്ടിനുള്ള തേങ്ങയും പൊടി ഇതൊക്കെ നേരത്തെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. മിക്കപ്പോഴും ഞാൻ എങ്ങനെയാണ് പ്രിപ്പറേഷൻസൊക്കെ ഞാൻ രാത്രി തന്നെ ചെയ്ത് വയ്ക്കും. അതാകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ജസ്റ്റ് കുക്ക് ചെയ്താൽ മാത്രം മതിയല്ലോ. എല്ലാം കൂടെ നമ്മൾ രാവിലെ ചെയ്യാൻ നിന്നാൽ നമ്മുടെ ഒരു പരിപാടി നടക്കത്തില്ല. എനിക്ക് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം രാത്രി തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാറാണ് പതിവ്. കിച്ചണിലെ പരിപാടിയൊക്കെ അവിടെ ആകുമ്പോഴേക്കും നമുക്ക് ഒരു റൗണ്ട് ഒരു ജസ്റ്റ് ക്ലീനിങ് ഒന്ന് ചെയ്യാം. രാവിലെ നമ്മളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടാറുണ്ട്, ഒരു ബേസിക് ക്ലീനിങ്. അപ്പം പുറത്ത് നല്ല മഴയാണ്. എല്ലാ വർഷവും ബർത്ത്ഡേക്ക് ഇങ്ങനെയാണ് കേട്ടോ, നല്ല മഴയായിരിക്കും. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാനിങ്ങനെ നനഞ്ഞു കുളിച്ച് കളർ ഡ്രസ്സൊക്കെ ഇട്ടാണ് സ്കൂളിൽ പോകാറ്. അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. കുറച്ച് നേരം മഴയൊക്കെ നോക്കി നിന്നു. നേരെ കിച്ചണിൽ വന്നു. ചോറ് അടച്ചിടാനുണ്ടായിരുന്നു. അതോടുകൂടി നമ്മുടെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് റെഡി ആയിട്ട് നേരെ ഓഫീസിലേക്ക് ഇറങ്ങാം കേട്ടോ. രാവിലത്തെ പരിപാടി കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഇനി നമുക്ക് ഓഫീസിൽ പോയിട്ട് കാണാവേ. അങ്ങനെ ഓഫീസിലെത്തിയപ്പോൾ തന്നെ അവരൊക്കെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് വിഷ് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി രാവിലെ തന്നെ വിഷൊക്കെ കിട്ടിയപ്പം. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഓഫീസിൽ മൊത്തം കുറേ സർപ്രൈസസ് ആയിരുന്നേ. എല്ലാവരും കൂടെ ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. ഇത് എല്ലാ വർഷവും പതിവുള്ളതാണ്. ഞങ്ങളുടെ ഓഫീസിലെല്ലാവരുടെയും ബർത്ത്ഡേ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ ഓഫീസെന്ന് പറയുന്നത് എനിക്കൊരു സെക്കൻഡ് ഹോം പോലെയാണേ. ടച്ച് വുഡ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്തു. ഭയങ്കര സന്തോഷമുള്ളൊരു സമയമായിരുന്നേ. അങ്ങനെ ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വന്നു, റെഡിയായി. ഇനി നമ്മൾ നേരെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങുക. നേരെ ഫോർമോളിലേക്കാണ് പോയേക്കുന്നത്. ഞാനും ഹസ്ബൻഡും കൂടിയാണ് പോയേക്കുന്നത്. അപ്പം എനിക്ക് അവിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞാണ് കൂട്ടിക്കൊണ്ട് പോയേക്കുന്നത്. അതെൻ്റെ ബ്രദറിൻ്റെ വകയാണ്. എനിക്കൊരു സൺഗ്ലാസ് എടുത്ത് തരാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ റേബാനിൽ പോയി കുറച്ച് സൺഗ്ലാസസൊക്കെ ഇട്ട് നോക്കി. അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വന്നത് ബർഗർ കിങ്ങിലേക്കാണ്. അവിടെ ഒത്തിരി കോംബോ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ 2 പേരുടെയും ഷേക്ക് ആദ്യം കുടിച്ച് നോക്കുക, ഏതാ ടേസ്റ്റുള്ളത് നമുക്ക് എടുക്കാമല്ലോ. പക്ഷേ എനിക്ക് ഏട്ടനെ ഓർഡർ ചെയ്താൽ ഇഷ്ടപ്പെട്ടെ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഞാനതങ്ങ് കൊടുത്തിട്ട് എൻ്റെ ഇത് വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ബർഗേഴ്സ് കഴിച്ചു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു. ബർത്ത്ഡേ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ വീണ്ടും ഏട്ടൻ്റെ ഷേക്കൊക്കെ എടുത്ത് കുറച്ച് ട്രൈ ചെയ്തു. പിന്നെ എനിക്ക് ഒത്തിരി ബർത്ത്ഡേ വിഷസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അവർക്കൊക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് വരുന്ന വഴിക്ക് ഒരു മസാജ് ചെയർ കണ്ടത്. അപ്പോൾ ഒരു ദിവസം ഫുൾ ഡേ നമ്മളിങ്ങനെ ഓടി നടന്നതല്ലേ, അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ തന്നെ കയറിയിരുന്നതാണ്. ഏട്ടന് ഇതൊന്നും വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാൻ പിടിച്ച് വലിച്ച് കയറ്റി ഇരുത്തേക്കുന്നേ കാണുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലൊരു ദിവസമായിരുന്നു. വിഷ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ഒരു നല്ല വർഷം ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ. ബായ്.